മനുഷ്യൻ ഏതെങ്കിലും ഒരു വസ്തുവിനോട് കൂടുതൽ ഇഷ്ടമുണ്ടാകും. മരണശേഷം പോലും ആത്മാവ് അത് മറക്കില്ല. എന്റെ പേര് ദീപക്. എന്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പല സ്ഥലങ്ങളിലായി കഴിയാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ സംഭവം നടന്നത് 2008-ലാണ്. അപ്പോൾ ഞങ്ങൾ അസമിലുള്ള ഗുവാഹട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കോളനിയുടെ പുറകിൽ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. മമ്മി, ഇവിടെ ആരും ക്രിക്കറ്റ് കളിക്കുന്നേയില്ല, എല്ലാവരും ഫുട്ബോളാ കളിക്കുന്നേ. എനിക്കിവിടെ ഒട്ടും ഇഷ്ടാവുന്നില്ല മമ്മി. നിനക്ക് വീടിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിൽ പോയാ പോരെ, എന്നിട്ട് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്ക്. അവരോടൊപ്പം നീ ഫുട്ബോൾ കളിച്ചാ മതി. ഫുട്ബോൾ ക്രിക്കറ്റിനേക്കാ മോശമുള്ള കളിയൊന്നുമല്ല. ഞാൻ ദിവസവും വൈകുന്നേരം ഗ്രൗണ്ടിലേക്ക് പോകും. എന്നിട്ടവിടെ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ കളിക്കാൻ ആളുകൾ കുറവായിരുന്നു. 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓർക്കുന്നു, അന്ന് ദുഃഖവെള്ളിയായിരുന്നു. നോർത്തിലും ഈസ്റ്റിലും കൂടുതലായിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഗ്രൗണ്ടിൽ ആള് കുറവായിരുന്നു. വരാത്തവർ വീട്ടിൽ ആഘോഷത്തിലായിരുന്നു. അന്ന് രാത്രി വരെ ഞാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. നേരം ഇരുട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചെടിക്ക് മറവിൽ ഒരു ഫുട്ബോൾ ഞാൻ കണ്ടു. ഞാൻ ഇതുവരെ എന്റെ കൈകൊണ്ട് ഫുട്ബോൾ തൊട്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് മറവിൽ കിടന്ന ഫുട്ബോൾ ഞാൻ എടുത്ത് എന്റെ വീട്ടിലേക്ക് വന്നു. രാത്രി ഒരുപാട് നേരം ഞാൻ അതുകൊണ്ട് കളിച്ചു. ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ആ ഫുട്ബോൾ സ്റ്റോർ റൂമിൽ വെച്ചു. രാത്രി 2 മണിയായപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കമെണീറ്റു. സ്റ്റോർ റൂമിന്റെ ഭിത്തിയും എന്റെ റൂമിന്റെ ഭിത്തിയും ഒന്നാണ്. എനിക്കപ്പോൾ ആരോ ഭിത്തിയില് ഫുട്ബോൾ വെച്ചടിക്കുന്നത് പോലെ തോന്നി. മമ്മി, അത് മമ്മിയാണോ? മമ്മി! 2-3 തവണ ഇങ്ങനെ ചോദിച്ചിട്ടും എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് ഞാൻ സ്റ്റോർ റൂമിന്റെ കതക് തുറന്ന ഉടനെ ആ ശബ്ദം നിലച്ചു. ഫുട്ബോൾ വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അനങ്ങുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ആരോ ഇപ്പം എടുത്ത് വെച്ചതുപോലെ. ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി. മമ്മി ഇപ്പോൾ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. രാത്രിയിൽ സംഭവിച്ച വ്യത്യസ്തമായ സംഭവത്തെക്കുറിച്ച് ഞാൻ മമ്മിയോട് പറയുകയുണ്ടായി. ദീപക്, നീ ഇന്നലെ രാത്രി വരെ ഫുട്ബോൾ കൊണ്ട് കളിക്കുമായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം നീ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. വാ, നമുക്ക് ടെറസേ പോവാം. ഇന്ന് ഞാനും നിന്നോടൊപ്പം ഫുട്ബോൾ കളിക്കാം. അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുൻപായി ആ ഫുട്ബോൾ സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ഞാൻ ബെഡില് കിടന്നിട്ട് സ്റ്റോർ റൂമിലെ ഭിത്തിയിലേക്ക് ചെവി കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങിയത് എപ്പോഴാണെന്ന് അറിയില്ല. ഞാൻ ബെഡ്ഷീറ്റ് പൊതിച്ചുകൊണ്ടാണ് ഉറങ്ങിയത്. എന്റെ തലയിലാരോ ഫുട്ബോൾ കൊണ്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ഞാൻ പേടിച്ചെഴുന്നേറ്റു. ആരാ അത്? മമ്മി! എന്താ ഇത്, മമ്മിയാണോ? ഞാൻ ഫുട്ബോളും എടുത്തുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് ചെന്നു. സ്റ്റോർ റൂമിലെ കതക് പൂട്ടിയിരുന്നു. കതക് പൂട്ടിയാണല്ലോ കിടക്കുന്നേ, പിന്നെ എങ്ങനെയാ ഫുട്ബോൾ പുറത്തു വന്നത്? ഞാൻ സ്റ്റോർ റൂമിലെ കതക് തുറന്ന ഉടനെ എന്റെ കൈയും കാലും സ്തംഭിച്ചു പോയി. സ്റ്റോർ റൂമില് വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ഫുട്ബോൾ ബൂട്ടുമണിഞ്ഞ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം എന്റെ നേരേക്ക് തിരിച്ച ഉടനെ എന്റെ ശ്വാസം തന്നെ നിലച്ചുപോയി. മമ്മി! ഞാൻ മമ്മിയെ എണിപ്പിക്കാൻ വേണ്ടി പോയി. ഞാൻ മമ്മിയോടൊപ്പം മുകളിലേക്ക് വന്ന് നോക്കിയപ്പോൾ സ്റ്റോർ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. മമ്മി, ആ പയ്യൻ ഇവിടെയായിരുന്നു നിന്നിരുന്നത്. അവന്റെ പുറത്ത് റൗണ്ടായി ഒരു ചിഹ്നവും ഉണ്ടായിരുന്നു മമ്മി. എന്റെ മമ്മി ഞാൻ പറഞ്ഞത് വിശ്വസിച്ചേയില്ല. പെട്ടെന്നാണ് മമ്മി ആ കാഴ്ച കണ്ടത്. അപ്പോൾ മമ്മിക്ക് വിശ്വാസമായി. അവിടെ രക്തക്കറ പറ്റിയ ബൂട്ടിന്റെ അടയാളമുണ്ടായിരുന്നു. അത് കണ്ട് എന്റെ മമ്മി ശരിക്കും പേടിച്ചുപോയി. ആ സമയത്ത് എന്റെ അച്ഛൻ വീട്ടിലില്ലായിരുന്നു. ഞങ്ങൾ ഉടനെ അടുത്ത വീട്ടിലെ വിക്രമംഗളിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. അപ്പോൾ വിക്രമംഗളിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നീ ചെടിയുടെ ഇടയിൽ കിടന്ന ഫുട്ബോൾ എങ്ങാണോ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നോ? അതെ, മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാനൊരു ഫുട്ബോൾ എടുത്തോണ്ട് വന്നിരുന്നു. എന്നാൽ എത്രയും പെട്ടെന്ന് ഫുട്ബോൾ അവിടെ ഇട്ടിട്ട് വാ. ഇതെല്ലാം സംഭവിക്കുന്നത് അത് കാരണം കൊണ്ട് മാത്രമാ. ഒരുപാട് വർഷം മുമ്പേ നമ്മുടെ കോളനിയുടെ പുറകിലുള്ള ഗ്രൗണ്ടില് റോബിൻ എന്ന പേരുള്ള ചെറുക്കൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ട്. റോബിൻ ഗോൾ കീപ്പർ ആയിരുന്നു. ഒരു മാച്ചിൽ ഗോളി രക്ഷിക്കാൻ പറ്റാത്തോണ്ട് ടീമിന്റെ ക്യാപ്റ്റന് ദേഷ്യം വന്നിട്ട് അവന്റെ മൂക്കെ തല വെച്ചടിച്ചു. ഒരുപാട് ചോര ഒഴുകിയതുകൊണ്ട് റോബിൻ അവിടെ തന്നെ മരിച്ചുപോയി. റോബിൻ അവന്റെ ഫുട്ബോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ചെടിക്കിടയിൽ കിടക്കുന്ന ആ ഫുട്ബോൾ റോബിന്റെ ഫുട്ബോൾ ആണ്. അതിനെ എടുത്ത് ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഞാൻ ഉടൻ തന്നെ ആ ഫുട്ബോൾ എടുത്തോണ്ട് വന്ന ഇടത്ത് തന്നെ കൊണ്ടുപോയി ഇട്ടു. ഞങ്ങൾ ഗുവാഹട്ടിയിൽ 3 വർഷം ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിന്റെ അടുത്തൂടെ പോകുമ്പോഴൊക്കെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചെടികൾക്കിടയിൽ റോബിൻ നിന്ന് എന്നെ തുറച്ചു നോക്കുന്നത് പോലെ.